പറയൂ കാശ്മി, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? വടക്കുംനാഥന്റെ മുന്നിൽ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വടക്കുംനാഥന്റെ മുന്നിൽ പൂരം അതിന്റെ പരമാവധിയിലേക്ക് അതിന്റെ ആവേശത്തിന്റെ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. എന്താ കണിമംഗലം ശാസ്താവ് ഇതുവഴി കയറി പടിഞ്ഞാറൻ നടയിലേക്ക് അങ്ങോട്ടങ്ങ് പോയി. ഇനിയിപ്പോൾ അടുത്ത വരവിനുള്ള കാത്തിരിപ്പിലാണ് ദേശക്കാർ. ആ ദേശം ഒന്നാകെ ഇങ്ങോട്ട് ഒഴുകിയെത്തും. എന്തായാലും ഇവിടെ വടക്കുംനാഥന്റെ മുന്നിൽ അതിന്റെ പൂരത്തിന്റെ തനതായ ആവേശം, അത് എല്ലാ വർഷവും ഉള്ള ആവേശമാണെങ്കിലും ഓരോ വർഷവും നമുക്ക് അനുഭവപ്പെടുന്ന പുതിയ ആവേശം എന്ന് പറയുന്ന മട്ടിൽ പുതിയതായ ആവേശങ്ങൾ ഉണ്ടാകുന്നു. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഏതാനും അല്പസമയം കൊണ്ട് കഴിയുമ്പോഴേക്കും വലിയ വെയിൽ, വലിയ ചൂടാണെങ്കിൽ കൂടിയും ഇവിടെ ഒന്നും നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ആളിങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. എസ്കേൻ അതിനിടയിൽ ചില പാട്ടുകാർ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ. കൂട്ടുകാരുണ്ട്. പേര് ശ്രീകുമാർ. അപ്പം നമ്മൾ കരിങ്കാളി എല്ലാ വർഷം വരാറുണ്ട്. അധികം സംസാരിക്കാൻ നേരെ പാട്ടിലോട്ട് കിടന്നാലോ? ആയിക്കോട്ടെ, കരിങ്കാളി തന്നെ പാടാം. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരി കച്ചോരയിൽ നീരാട്, എരിവറ്റിയ ഒറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർ മുടിക്കെന്തിനി മുല്ലപ്പൂ മലര്, കല്ലിത്തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻ ചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീ അടങ്ങ്, ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങേണം, നെറികേടുകൾ വെട്ടിയരിഞ്ഞവൾ ആടിത്തെളിയേണം, നെടുനായകിയായവൾ നാടിന് കൺമണിയാകേണം. കൊളത്തി ഒരു 5 കോടിക്ക് മേലെ പോയിട്ടുണ്ട്. ഹാഷ്മി, നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസിലേക്ക് കൂടെ ഒന്ന് പോയാലോ പെട്ടെന്ന്. എൻ്റെ പേര് ഭദ്ര. എത്ര നാളായി? ഞങ്ങൾ 2001 ഇറങ്ങേറ്റം കഴിഞ്ഞതാണ്. അത് ഒരു തുടർച്ചയായി ഒരുപാട് കാലം കൊട്ടിയിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് ബ്രേക്ക് വന്നതാണ്. ഇപ്പൊ വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമത്തിൽ. ദുർഗ എൻ്റെ സഹോദരിയാണ്. അപ്പസ്കേനോട് ഇവിടെ ഇങ്ങനെ കലാകാരന്മാരുടെ ഒരു പൂരം കൂടാണ്. അസ്കേൻ ഇവിടെ ഈ ചേച്ചി വന്നിട്ട് എന്റെ ചെവിയില് ശ്രീകണ്ഠൻ നായർ എന്തിയെ എന്ന് ചോദിച്ചായിരുന്നു. കാണാൻ വേണ്ടി വന്നാ പതുക്കെ വന്ന് ചെവിയില് അന്വേഷണം പറഞ്ഞേക്കാം. നമ്മളിവിടെ തന്നെ ഉണ്ട്, സ്റ്റുഡിയോയിൽ വെരി മച്ച് ഉണ്ട് എന്ന് പറഞ്ഞേക്കും. ഓക്കെ, നമ്മളെന്ത് കാണിച്ചു കൊടുത്തേ ക്യാമറമാൻ? കാണാൻ പറ്റിയ സന്തോഷം. ഓക്കെ, നമ്മളിങ്ങനെ വടി പോലെയോ എന്തോ പോലെയോ നിൽക്കുക. ഓക്കെ, റെഡി. ഓക്കെ. അപ്പൊ ഒരു പൂരപ്പാട്ട് പൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികള് എവിടെയുണ്ടോ, അത് ഇന്ത്യയിലായാലും പുറത്തായാലും, ഇന്നത്തെ ഒരു ദിവസം അവര് ലീവ് എടുത്തിട്ടായാലും ഇവിടെ വന്നു നമ്മുടെ അവിടെ ഉണ്ട്. അതൊരു വികാരാണ് തൃശ്ശൂര് പൂരം എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് ഒരു പാട്ട്. ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ, മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത്, കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം. ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ, മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത്, കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം. മുറ്റത്ത്
മുറ്റത്ത് നിക്കണ മുരിങ്ങയുടെ കൊമ്പിന്മേൽ 3000 പേര് തൂങ്ങിച്ചത്തേ. മുറ്റത്ത് നിക്കണ മുരിങ്ങയുടെ കൊമ്പിന്മേൽ 3000 പേര് തൂങ്ങിച്ചത്തേ. ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ, മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത്. കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം, നമ്മുടെ തൃശ്ശൂര് പൂരം. അപ്പൊ പൊളിച്ചത്. അത് ഗംഭീരായി.